പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ UDFന് ആവേശമാകാൻ രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. ഇന്ന് തൃശൂരിലെത്തി UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മാളയിലും വൈകിട്ട് 3-ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. പാലക്കാട് രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തുന്നുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദിലിത, രാഹുൽ ഗാന്ധി വീണ്ടും എത്താൻ പോകുന്നു. നേരത്തെ രാഹുൽ ഉയർത്തിയ ഡീല്, സ്വർണ്ണക്കൊള്ള, അതൊക്കെ സജീവ ചർച്ചയാക്കി മുന്നണികൾ നിർത്തുന്നുണ്ട്. പ്രചാരണത്തിൽ അതൊക്കെ ആവേശത്തോടുകൂടി തന്നെ മുന്നണികൾ ഉന്നയിക്കുന്നതും ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. UDF ക്യാമ്പ് ആവേശത്തിൽ. രാഹുലിന്റെ പരിപാടികൾ ക്രമീകരിക്കുന്നത് എങ്ങനെയാ ആദിൽ? ആദിൽ പാലോടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനായി, UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനായി. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ, വിവരങ്ങൾ. ആദിൽ, കേൾക്കാമോ? രാഹുൽ ഗാന്ധി ഇന്ന് തൃശ്ശൂരാണ്. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ എന്തൊക്കെ അവസാന ലാപ്പിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, എന്തൊക്കെ ആരോപണങ്ങൾ LDF സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ ഉന്നയിക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർണ്ണക്കൊള്ളയാണ് ഇതുവരെ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴെല്ലാം LDF സർക്കാരിനെതിരെ മൂർച്ചയുള്ള ആയുധമായി ഉപയോഗിച്ചത്. പ്രധാനമായും ഉച്ചയ്ക്ക് 2-ന് മാള സെന്റ് ആനീസ് HSS ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുക. പിന്നീട് വൈകിട്ട് 3-ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് സമ്മേളനങ്ങൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാളയിൽ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഒല്ലൂർ, പുതുക്കാട്, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടും രാഹുൽ ഗാന്ധി. കുന്നംകുളത്ത്, ചേലക്കര, തൃശൂർ, നാട്ടിക, കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ, ഗുരുവായൂർ എന്നീ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും എന്നാണ് DCC നേതൃത്വം അറിയിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി വിവിധ ഇടങ്ങളിൽ, ഇതിപ്പോൾ 3-മതും 4-മതും ഒക്കെയാണ് നേതാക്കൾ, 4-മത്തെ റൗണ്ടിലൊക്കെയാണ് നേതാക്കൾ എത്തുന്നത്. ഖാർഗെ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. സമാനമായി DK ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി, കേരളത്തിലുണ്ട്. ആ വിധത്തിൽ അവസാന ഘട്ടത്തിൽ 2ാം നിര, 3ാം നിര ദേശീയ നേതാക്കൾ മുഴുവൻ കളത്തിലുള്ളതാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമ്പോൾ പിണറായി സർക്കാരിനെതിരെ ഏത് വിധത്തിൽ കടന്നാക്രമിക്കും എന്ന ചോദ്യവുമുണ്ട്.